ഹായ് ഓൾ. അങ്ങനെ ഇന്നത്തോടു കൂടി നമ്മുടെ കർക്കിടക മാസം അവസാനിക്കുകയാണ്. ഇനി നാളെ മുതൽ ചിങ്ങമാസമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ ചിങ്ങമാസത്തെ കാണുന്നത്. ഒരുപാട് കാലം മുന്നേ നമ്മൾ ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു പഞ്ഞ മാസമായിരുന്നു. കാരണം എല്ലാത്തിനും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലമായിരുന്നു. നമുക്ക് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന, വീട്ടിൽ നമ്മുടെ അച്ഛന്മാർക്ക് ജോലിയൊന്നും ഇല്ലാതെ കർഷകരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമായിട്ടാണ് നമ്മൾ ഒരുപാട് കാലങ്ങൾക്കൊക്കെ മുന്നേ ഈ കർക്കിടക മാസത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ മക്കൾക്ക് നമുക്കിതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊക്കെ ഒരു അത്ഭുതമുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ന് അച്ഛനമ്മമാർ മക്കളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ അവർക്ക് എത്രത്തോളം മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അത്രയും അവർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടിണി, ദാരിദ്ര്യം, അതുപോലെ ബുദ്ധിമുട്ട് എന്നതൊന്നും അറിയിക്കാതെയാണ് ഇന്നത്തെ പേരൻസ് മക്കളെ വളർത്തുന്നത്. ശരിക്കും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും, നമുക്ക് എന്തൊക്കെ സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും, എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ടെങ്കിലും കുറച്ചൊക്കെ കഷ്ടപ്പാടൊക്കെ നമ്മൾ അറിയിച്ച് തന്നെ മക്കളെ വളർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് സാധാരണ ഈ ഒരു കർക്കിടക മാസത്തിൽ ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ടാവും. ഇപ്പോഴും ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ച് ജോലിക്കൊന്നും പോകാൻ കഴിയാതെ അങ്ങനെയുള്ള കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ചിങ്ങമാസം വരികയാണ്. ചിങ്ങമാസം ഐശ്വര്യത്തിൻ്റെ നാളാണ്, സമൃദ്ധിയുടെ നാളാണ്. നമുക്ക് ഇനി ഓണം വരാൻ പോവാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ഇനി വരാനായി ഇരിക്കുന്നതാണ്. അപ്പോൾ ഇനിയുള്ള നാളുകളെല്ലാം നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ ഓണമെല്ലാം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സന്തോഷമായി തന്നെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.